ജോസി, ഇത് സാജിദ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മറ്റ് സെന്ററുകളിലും സമാനമായ വിഷയങ്ങൾ ഉണ്ടായി എന്നുള്ളത്, അതായത് എല്ലായിടത്തും സാങ്കേതികമായ ഒരു പിഴവ് PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഈ സെന്ററിൽ ഉണ്ടായിരുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർക്കോ ജീവനക്കാർക്കോ പറ്റിയൊരു അബദ്ധമായി ഇതിനെ കണക്കാക്കാനാവില്ല എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അങ്ങനെ തന്നെയാണോ അവിടെ നിന്ന് പറയുന്നത്? ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അതായത് PSC പറയുന്ന സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് നിന്ന് സാജിദ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടും ഇതുപോലെ സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം രാവിലെ കൊടുക്കേണ്ട പേപ്പറിന് പകരം ഉച്ചയ്ക്കത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് PSC തന്നെ നൽകിയത് എന്നുള്ള സൂചനകളാണ് ഇതിലൂടെ നമുക്ക് തോന്നുന്നത്. അതല്ലാതെ ഈ സെന്ററിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പറ്റിയ ഒരു അബദ്ധമാവാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും വിവരം കൃത്യമായി അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ മറ്റിടങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രശ്നം വന്നതോടുകൂടി PSC അത്തരത്തിലൊരു കാര്യം പരിശോധിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിൽ മാത്രമായിരുന്നു ചോദ്യപേപ്പർ മാറി നൽകിയതെന്നുള്ള വിവരമായിരുന്നു പുറത്തു വരുന്നത്. ഇപ്പോൾ നമ്മുടെ മറ്റ് സമാന ബ്യൂറോകളിൽ നിന്നും സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കോഴിക്കോടും പാലക്കാടും സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ഏകീകൃത സ്വഭാവത്തിൽ ഈ പരീക്ഷാ ചോദ്യപേപ്പർ മാറി നൽകിയിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു തെറ്റ് PSCയുടെ മുകളിലത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വകുപ്പിൽ നിന്ന് തന്നെ അത്തരം ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ജീവനക്കാർ അല്ലെങ്കിൽ പരീക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഈ ചോദ്യപേപ്പർ മാറി നൽകി എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നിരുന്നെങ്കിലും മറ്റ് ജില്ലകളിലും സമാനമായ പ്രശ്നം റിപ്പോർട്ട് ചെയ്തതോടുകൂടി അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി PSCക്ക് ഈ ജില്ലകളിലേക്ക് PSC സെന്ററുകളിലേക്ക് ചോദ്യപേപ്പർ അയക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. എന്തായാലും ഇത് സംബന്ധിച്ച് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നാണ് PSCയുടെ ജില്ലാ ഓഫീസിൽ നിന്നും അറിയുന്നത്. അത്തരമൊരു പ്രതികരണമാണ് അവർ നൽകുന്നത്. എന്തായാലും പരീക്ഷാ സെന്ററുകളിൽ അറിയിപ്പ് ഉച്ചഭാഷിണിയിലൂടെ നൽകുന്നുണ്ട്. കൂടാതെ PSC ഔദ്യോഗികമായ വാർത്താക്കുറിപ്പും ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. PSCയുടെ 10ാം തര പ്രിലിംസ് പരീക്ഷകൾ, അതായത് 2ാം ഘട്ടത്തിലേക്ക് യോഗ്യത നേടണമെങ്കിൽ പ്രിലിംസ് പരീക്ഷകൾ പാസ്സാകണം. അത് ആലപ്പുഴ, കോട്ടയം ജില്ലയിലടക്കം ഇന്ന് 10,000-കണക്കിന് പേരാണ് പരീക്ഷ എഴുതിയത്. രാവിലെ 10 മണിക്കായിരുന്നു ആദ്യഘട്ട പരീക്ഷ. ഉച്ചയ്ക്ക് 1:30-ക്ക് ശേഷമായിരുന്നു 2ാം ഘട്ട പരീക്ഷകൾ നടക്കുന്നത്. ഒരു ആശയക്കുഴപ്പം തീർക്കാനുണ്ട്. അതായത് PSCയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2026 ജൂലൈ 18-ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ്. അതായത് രാവിലെ നടന്ന പരീക്ഷകൾ അപ്പോൾ റദ്ദാക്കിയിട്ടില്ലേ? സ്വാഭാവികമായി രാവിലെ നടന്ന പരീക്ഷകൾക്ക് ഇനി സാധുത ഉണ്ടാവില്ല. കാരണം രാവിലെ നടന്ന പരീക്ഷകൾ സ്വാഭാവികമായും റദ്ദാക്കപ്പെടേണ്ടി വരുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത്. കാരണം ഈ ചോദ്യപേപ്പർ മാറി നൽകിയത് കൊണ്ട് രാവിലത്തെ പരീക്ഷ മാത്രം അത് സാധുവാകാൻ സാധ്യതയില്ല. നേരെ മറിച്ച് മുഴുവൻ പരീക്ഷകളും രാവിലത്തെയും ഉച്ചയ്ക്ക് ശേഷവും നടക്കാനിരുന്ന മുഴുവൻ പരീക്ഷകളും ഏറ്റവും ചുരുങ്ങിയത് ഈ ലജ്നത്തുൽ ഇസ്ലാം സ്കൂളിലെങ്കിലും ഈ ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ആളുകൾ പരീക്ഷ എഴുതിയത്, ഉത്തരം എഴുതിയത്. അപ്പോൾ എപ്പോഴാണ് ഇവർക്ക് ഈ ചോദ്യപേപ്പർ മാറി എന്ന് തിരിച്ചറിഞ്ഞത്? നൗഫൽ, ഈ ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരിക്കുന്ന സംഭവമാണ്. പരീക്ഷയ്ക്ക് ശേഷം ഈ ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും അതോടൊപ്പം തന്നെ പരീക്ഷ ഉദ്യോഗാർത്ഥികളുടെ സംഘടനകളും ഈ ചോദ്യം രാവിലത്തെ പരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ചോദ്യത്തിന്റെ ഉത്തര സൂചിക അത് ഓൺലൈനായി പ്രസിദ്ധീകരിക്കുകയും ഉദ്യോഗാർത്ഥികളുടെ സംഘടനകൾ അത് പ്രസിദ്ധീകരിക്കുകയും വിവിധ കോച്ചിങ് സെന്ററുകൾ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇതിൽ നിന്നുമാണ് പല ഉദ്യോഗാർത്ഥികൾക്കും തങ്ങൾക്ക് രാവിലെ ലഭിച്ച പരീക്ഷയുടെ ചോദ്യപേപ്പർ മാറി ലഭിച്ചെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. തുടർന്നാണ് അവർ ആലപ്പുഴ ജില്ലയിലെ ഈ പ്രസ്തുത സ്കൂളിൽ ജീവനക്കാരുമായി ആശയവിനിമയം നടത്തുകയും ഇത് മാറി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത്. നമുക്കറിയാം ഈ വലിയ തോതിൽ ഓൺലൈൻ കോച്ചിങ് സെന്ററുകളും അതോടൊപ്പം ഈ പരീക്ഷകളും നടത്തിപ്പോ ഉള്ളതാണ്. ആ നിലയ്ക്ക് ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരിക്കുകയും പരീക്ഷ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഓൺലൈൻ കോച്ചിങ് സെന്ററുകളും ഇതിന്റെ ഉത്തരസൂചിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് ലഭിച്ച ചോദ്യപേപ്പർ രാവിലെ ലഭിച്ച ചോദ്യപേപ്പർ തെറ്റായിരുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അവർ PSC ഓഫീസർമാരെ സമീപിക്കുകയും കാര്യം ബോധ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന തലത്തിൽ തന്നെ അന്വേഷണം ഉണ്ടാകും, പോലീസ് അന്വേഷണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര അന്വേഷണം PSC നടത്തുമെന്നുള്ള കാര്യമാണ് PSC പറയുന്നത്.
PSCയുടെ ഈ ആലപ്പുഴ ജില്ലാ ഓഫീസിന് സമീപത്തുള്ള സ്കൂൾ തന്നെയാണ് ഈ ലജ്നത്തുൽ സ്കൂൾ. അവിടെയുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. എന്തായാലും മറ്റിടങ്ങളിലും സമാനമായ പ്രശ്നമുണ്ടായപ്പോൾ ഏകീകൃത സ്വഭാവത്തിൽ ഒരു തെറ്റ് PSCയുടെ നേതൃതലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത്. കാരണം ജില്ലാ ഓഫീസുകളിൽ നിന്നും പരീക്ഷാ ചോദ്യപേപ്പറുകൾ എത്തിച്ചപ്പോൾ ഉണ്ടായ പാകപ്പിഴയാകാൻ സാധ്യതയില്ല എന്നാണ് കൂടുതൽ ഇടങ്ങളിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നതെന്നാണ് ഉദ്യോഗാർത്ഥികളും പറയുന്നത്. അതോടൊപ്പം തന്നെ രാവിലെ നടന്ന പരീക്ഷ മാത്രം സാധൂകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് ഉദ്യോഗാർത്ഥികൾ പോകും. സ്വാഭാവികമായും പലരും മറ്റു പല ജോലികളും അതോടൊപ്പം വിദ്യാർത്ഥികൾ ആയിരിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ ഈ PSCയിൽ ഈ പരീക്ഷയ്ക്ക് വേണ്ടി കഠിനമായി കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്നതും അല്ലെങ്കിൽ സർക്കാർ ജോലി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ റദ്ദാക്കിയാൽ മാത്രമേ പുതിയ പരീക്ഷ നടത്താൻ അതിന് നിയമസാധുത ലഭിക്കൂ എന്നുള്ള കാര്യവും കൂടി ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇത്തരത്തിലുള്ള ഒരു വീഴ്ചയിലൂടെ വലിയ പ്രതിസന്ധിയിലായിരിക്കും എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ കഴിയുന്നത്. ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണങ്ങൾ നമുക്ക് അല്പസമയത്തിനകം പങ്കുവെക്കുവാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഈ ലജ്നത്തുൽ സ്കൂളിൽ മാത്രമല്ല സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സമാനമായ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.